ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്കാണ് പോകുന്നത്. ഇന്ന് ആ ഒരു ചെരുപ്പ് കമ്പനി ടാസ്കിന്റെ അവസാന ദിവസമാണ്. അപ്പോൾ ബിഗ് ബോസ് ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരെയും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി ടാസ്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. 25 ചെരുപ്പാണ് ഇന്ന് ഫിനിഷ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ 2 ദിവസം 50 ചെരുപ്പുകളായിരുന്നു, ഇന്ന് 25 ചെരുപ്പുകളായിരുന്നു കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം പറഞ്ഞു 1 മണിക്കൂറും 2 മെഷീനറിയും മാത്രമേ തരുള്ളൂ. അത് ഓരോ ഓപ്ഷനാണ്. 1.5 മണിക്കൂറും 1 മെഷീനറിയും അത് വേറൊരു ഓപ്ഷനാണ്. അത് ടോസ് ഇട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ടോസ് ഇട്ട് കിട്ടിയത് 1.5 മണിക്കൂറിൽ 1 മെഷീനറി എന്നുള്ള ആ ഒരു ഓപ്ഷനാണ്. അപ്പൊ അതിന് 12 ഗോൾഡ് കോയിൻസ് കൊടുത്തു. ബ്ലാക്ക് കോയിൻ ഇന്നത്തെ ടാസ്കിൽ ഇല്ല. അപ്പൊ ടാസ്ക് തുടങ്ങുന്നതിന് മുമ്പ് അഭിലാഷ്, അക്ബർ, ഒനീല് ഇവര് ടാസ്ക് സ്ലോ ആക്കിയാണ് ചെയ്തത്. ടാസ്ക് ഉഴപ്പാനായിട്ട് ശ്രമിച്ചത്. ഇവരുടെ ഒരു ഉഴപ്പ് കണ്ടു നിന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നൂറ ഇവരുമായിട്ട് കോംപ്രമൈസ് ആക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒത്തുതീർപ്പാവുന്നുണ്ട്. അവസാനം നൂറ കോയിൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കാമെന്ന് ഏൽക്കുന്നുണ്ട്. അക്ബറിന്റെ ഫസ്റ്റ് ഡേ സാലറിയും ഇനി ഇന്നത്തെ സാലറിയും കൂടി വേണം എന്നാണ് അക്ബർ പറഞ്ഞത്. അപ്പോൾ അത് ആ രീതിയിൽ സെറ്റിൽ ചെയ്യുന്നുണ്ട് നൂറ. പിന്നെ ജിഷിന് ഇതിൽ ഇന്റർഫിയറൻസ് പാടില്ല എന്നും ആരൊക്കെ ജോലി ചെയ്യണമെന്ന് അക്ബറാണ് തീരുമാനിക്കുന്നതെന്നും അങ്ങനെയുള്ള തൊഴിലാളി ലീഡർമാരുടെ ഒരു രീതിയിൽ അക്ബർ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ആക്ടിവിറ്റി റൂമിൽ ടാസ്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു എല്ലാവരും. അക്ബർ, ബിന്നി, മസ്താനി, ഷാനവാസ് എന്നിവരെ ടാസ്കിൽ നിന്നും ഒഴിവാക്കി. ബാക്കിയുള്ളവരെയാണ് ടാസ്ക് ചെയ്യിപ്പിച്ചത് അക്ബർ. അപ്പോ അതിനിടയ്ക്ക് ബിഗ് ബോസ് വേറൊരു രീതിയിലുള്ള ഒരു ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അവിടെ. അപ്പോ ബാക്കിയുള്ള സർക്കസ് ടീമിലെ ആ ഒരു ആളുകളെ എല്ലാവരെയും ഹൗസിനകത്ത് ഇൻസ്പെക്ഷൻ ആണെന്ന് പറഞ്ഞ് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ അവര് വന്നിട്ട് ഫുൾ അലമ്പാക്കിയിട്ടാണ് പോകുന്നത്. സ്റ്റേപ്ലർ പിൻ സാധനമൊക്കെ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബിഗ് ബോസ് ചെരുപ്പ് കമ്പനി ടാസ്കിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ റെന അടിച്ചുകൊണ്ട് വീടിനകത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഫുള്ള് അലമ്പാക്കിയിട്ടാണ് അവര് പോകുന്നത്. നൂറ, ജിഷിനൊക്കെ ഒരു കണക്കിനാണ് അവരെ പറഞ്ഞു വിട്ടത് തിരിച്ച് ഹൗസിനകത്തേക്ക്. അങ്ങനെ ടാസ്ക് 1 മണിക്കൂർ ആയപ്പോ 11 പേഴ്സ് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. 11 പേർ ചെരുപ്പുകൾ 1 മണിക്കൂറിൽ അവർ റെഡിയാക്കി. ബാക്കി അരമണിക്കൂറിലാകെ അവർക്ക് റെഡിയാക്കാൻ പറ്റിയത് ടോട്ടൽ 19 ചെരുപ്പുകളാണ്. മൊത്തത്തിൽ 19 ചെരുപ്പുകളാണ് അവർ റെഡിയാക്കിയത്. 25 ചെരുപ്പുകളുടെ ഓർഡർ ആയിരുന്നു. വെറും 6 എണ്ണത്തിന്റെ ഒരു കുറവില് നൂറ ഈ ഒരു ടാസ്ക് പരാജയപ്പെടുകയുണ്ടായി. നൂറ എന്നല്ല, അവരുടെ ടീം പരാജയപ്പെടുകയുണ്ടായി. ടെക്നിക്കലി അവരുടെ പരാജയം എന്ന് പറയുന്നത് നൂറയുടെയും പരാജയമാണ്. കാരണം നൂറയുടെ പവറുകളാണ് പോകുന്നത്. ഈ പവർ പോകുന്ന കേസൊന്നും അക്ബറിനോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ടീമിലുള്ള ആർക്കും തന്നെ അറിയത്തില്ല. നൂറയ്ക്ക് മാത്രമേ അറിയുള്ളൂ നൂറയുടെ പവർ നഷ്ടമായി എന്നൊരു കാര്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് അറിയില്ല.